വെൽക്കം ടു അപർണാസ് ക്യാൻവാസ്. ഇന്ന് നമ്മുടെ 5th ഡേ ആണ്. ഇന്ന് നമ്മൾ പോകുന്നത് വെസ്റ്റ്ബറി ഓൺ ട്രീമിന്റെ വില്ലേജിലേക്കാണ്. അപ്പൊ ഇവിടെ ഒരു ഓൾഡ് ബാൻ ഹൗസിലേക്കാണ് പോകുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് റോഡിലൊരു സൈൻ ബോർഡാണ് ഡെഫ് ചിൽഡ്രൻ ക്രോസിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ വന്ന് നോക്കുമ്പോ അവരുടെ സ്കൂൾ ഇവിടെ തന്നെയാണ്. ദെൻ ആ സൈഡിലായിട്ട് വെസ്റ്റ് ഫ്രീ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂളുണ്ട്. വില്ലേജ് ഏരിയയിലോട്ട് വന്നിരിക്കുകയാണ് ഇപ്പോ. അതിലേക്ക് കണ്ടില്ലേ, ഒരു ചെറിയൊരു അരിക്യൂട്ട് ഇതുണ്ടല്ലേ. ഈ ഒരു കോട്ടേജിന്റെ പേര് തന്നെ ട്രീവുഡ് എന്നാണ്. 17th സെഞ്ചുറിയിലുള്ള ഒരു ബിൽഡിംഗ് ആണിത്. ഇപ്പൊ ഇതൊരു ഹോളിഡേ ഡെസ്റ്റിനേഷൻ ആയിട്ട്, ഹോളിഡേ നമുക്ക് സ്റ്റേക്കേഷൻ ആയിട്ട് വെച്ചിരിക്കുകയാണ്. 1680 ബിൽഡിംഗ് ആണിത്. 1680 അത്രയും പഴയതാണ്. അവിടെ അവര് അതിന്റെ ഫ്രണ്ട് ഫസാഡൊക്കെ അവർ കുറച്ച് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ദിസ് വൺ ഇഷ്ടിക കാണുന്നുണ്ട്. റിയലി ഓൾഡ് ബിൽഡിംഗ്. ഇവിടുത്തെ ഗേറ്റ് ഒക്കെ കണ്ടോ, അത് വില്ലേജ് സൈഡിന്റെ ഗേറ്റ് നല്ല രസമാണ്. പണ്ടത്തെ ഉള്ള സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ മതിലൊക്കെ കല്ല് വെച്ചിട്ട്. ഈ ഒരു കോട്ടേജ് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് വെസ്റ്റ്ബറി വൈൽഡ് ലൈഫ് പാർക്ക് ഫൗണ്ടേഷൻ ആണ്. വെസ്റ്റ്ബറി വൈൽഡ് ലൈഫ് പാർക്കാണിത്. ഇന്ന് ക്ലോസ്ഡ് ആണ്. ഇവിടെ ഒരു ചെറിയ പാർക്ക് ഉണ്ട്. ആ ഒരു ഓൾഡ് ആയിട്ടുള്ള 1680s ആ ഒരു ബിൽഡിംഗ് ആണ്. കുറച്ച് പോർഷനൊക്കെ നിലവിൽ ഉണ്ട്. ബാക്കിയൊക്കെ അവർ റിനോവേറ്റ് ചെയ്ത്, എന്നാലും ആ അന്നത്തെ ആ ഒരു ബിൽഡിംഗ് ഇപ്പോഴും റിനോവേറ്റ് ചെയ്ത് അവർ യൂസ് ചെയ്യുന്നു. അതൊരു ശരിക്കും ഇപ്പോൾ ഒരു സ്റ്റുഡിയോ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വില്ലേജ് ഏരിയയിലെ ആ ഒരു സ്പ്രിംഗ് നല്ല രസമുണ്ട്. നിറച്ച് പൂക്കളൊക്കെ രണ്ട് സൈഡിൽ നിന്ന് വന്നിട്ട് മരങ്ങൾ ഇങ്ങനെ താങ്ങി നിന്നിട്ടുള്ള റോഡാണ്. ഒരു 1300 ഇയേഴ്സ് ബാക്ക് ആയിട്ടുള്ള ഒരു പാരിഷ് ചർച്ചാണിത്. ശരിക്കും 1000 ഇയേഴ്സ് മേലെയുള്ള ഒരു ബിൽഡിംഗ് ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ തഞ്ചാവൂർ ടെമ്പിൾ ആണ്. തഞ്ചാവൂർ ബിഗ് ടെമ്പിൾ. ഇവിടെ പൊതുവെ ചർച്ച് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി അങ്ങനെ ചർച്ചസ് ഒന്നും അധികം ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ ഇത് ഇപ്പോഴും ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാരിഷ് ചർച്ചാണ്. ഹോളി ട്രിനിറ്റി ദ പാരിഷ് ചർച്ച് ഓഫ് വെസ്റ്റ്ബറി ഓൺ ട്രിം ആണിത്. അങ്ങനെ സർവീസ് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിറയെ പൂക്കളൊക്കെ ഉള്ള മരങ്ങളൊക്കെ ഉള്ള. നോക്കട്ടെ, അകത്ത് കയറാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കാം. മണി അടിച്ചു. The village of Westbury on Trim predates Bristol. Part of Holy Trinity date back to 12th century. 12th century. നമ്മുടെ ഗ്രേ ഹോക്കിനെ ഇവിടെ വെച്ചിട്ട് ഞാൻ പോകാൻ പറ്റുന്നുള്ളൂ. ബിക്കോസ് അതിന് ലോക്കില്ല. അപ്പൊ ഇതിന്റെ ഓഫീസിന്റെ സൈഡിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ട് ഈ ചർച്ചിലേക്ക് വരാൻ പോവാണ്. ആ ഒരു വില്ലേജ് സൈഡാണെന്ന് ശരിക്കും തോന്നുന്നു വരുമ്പോഴത്തേക്കും. പക്ഷെ അടിപൊളിയാണ്. നമ്മളകത്തേക്ക് വരാൻ പോവാണ്. സർവീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോയിട്ടായിരിക്കണം. അപ്പൊ നമ്മളകത്തേക്ക് വരാൻ പോവാണ്. Quiet mode. ഇവര് നല്ല കോപ്പറേറ്റീവ് ആണ്. ഞാൻ വീഡിയോ എടുക്കുന്നതിന് അവരെന്നോട് ഇവിടെ പണി നടക്കുന്നുണ്ട്, സോ ഭയങ്കര ശബ്ദമുണ്ട് എന്നൊക്കെ അവരെന്നോട് വന്ന് പറയാറ്. ബട്ട് എനിക്ക് സത്യത്തില് ഈ വീഡിയോ എടുക്കാൻ തന്നെ പറ്റിയാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഈ ഒരു കളേഴ്സ് നമുക്ക് ഇപ്പോഴും ഇത് ഇങ്ങനെ തന്നെ നിൽക്കുന്നത് ഒരു അത്ഭുതമാണ്. ഇത്
ഇത് സ്റ്റെയിൻഡ് വിൻഡോസ് ആണ്. ഗോത്തിക് സ്റ്റൈലില് ഗോത്തിക് ആർക്കിടെക്ചറിൽ ചെയ്തിരിക്കുന്ന ആ ഒരു വിൻഡോസ് ആണ്. പോയിന്റഡ് ആയിട്ടുള്ള ആർച്ചസ് ആണ്, അതുപോലെ സ്റ്റെയിൻഡ് ആയിട്ടുള്ള വിൻഡോസ്. ഈ ഒരു ആർച്ചസിനെ പറ്റിയിട്ടും ഈ ഒരു സ്റ്റെയിൻഡ് വിൻഡോസിനെ പറ്റിയിട്ടും പ്രോജക്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഇതുപോലെ യൂറോപ്യൻ ചർച്ചസിലൊക്കെയാണ് ഇത് കൂടുതലും, പണ്ടത്തെ ചർച്ചസിലൊക്കെയാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. വിസിറ്റേഴ്സ് ഇവിടെ വന്നിട്ട് സൈൻ ചെയ്യണം ഈ ഒരു ബുക്കില്. അപ്പൊ ഈ ഒരു കാഴ്ച ഇങ്ങനെ കാണാൻ പറ്റിയാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇതിന്റെ പ്ലാൻഡ് ആയിട്ടുള്ള ഇതിൽ വന്നതല്ല, ഇത് ഭയങ്കര ഈസ്തറ്റിക് ആയിട്ടുള്ള, അതും ഇത്രയും വർഷം പഴക്കമുള്ള ഈ ഒരു ചർച്ച് 15th സെഞ്ചുറിയിൽ അതുപോലെ 12th സെഞ്ചുറിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ചർച്ച് ബ്യൂട്ടിഫുൾ. അപ്പോ വി ആർ ഗോയിങ് ബാക്ക്. അങ്ങനെ ഈ ഒരു ഹൈലി പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ ഇറങ്ങണം. ഈ ഒരു മോർണിംഗ് സൂപ്പർബാണ്. നമ്മൾ ഇറങ്ങിയിരിക്കുന്നു. നമ്മുടെ ഗ്രേ ഹോക്കിനെ കണ്ടുപിടിക്കണ്ടേ, ആരും എടുത്തോണ്ടായിരുന്ന മതിയായിരുന്നു. ഞാനൊരു എന്താ പറയാ, ഇത്രയും നല്ല അടിപൊളിയായിട്ടൊരു പ്ലേസിൽ വന്നിട്ട് എങ്ങനെയാണ് കയറാതിരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ഉറപ്പിച്ച് വെച്ചിട്ട് വന്നത്. നോക്കാൻ പോയിട്ട് അവർക്ക് ഉണ്ടാവണേ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത്. ഉണ്ടായിരിക്കോ? യെസ് ഉണ്ട്, ആരും എടുത്തില്ല. ഓക്കേ, ഇനി നമ്മൾ പോവാണ്. വളരെ കുറച്ച് അടുത്ത് പോവാന്ന് വെച്ചത് നമ്മൾ കുറെ ലോങ് ട്രിപ്സ് ഒക്കെ ട്രാവൽ ചെയ്തുകൊണ്ട് ഇനിയിപ്പോ ചെറുതായിട്ടുള്ള ചെറിയൊരു റൈഡ് മതി, ഒരു എക്സസൈസ് മോഡ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഓൾഡ് ബാൻ സെലക്ട് ചെയ്തത്. ഞങ്ങള് അർമാദിച്ചു വേണം പറയാൻ. ഇത്രയും ഓൾഡ് ആയിട്ടുള്ള ചർച്ചല്ലേ, എനിക്ക് കണ്ണൊക്കെ നിറയുന്നു. ഞാൻ ഭയങ്കര വിശ്വാസി അങ്ങനെ ഒരു ഇതിലല്ല കേട്ടോ. ആ ഒരു ചർച്ചിന്റെ ആർക്കിടെക്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെയാണ് എന്റെ എക്സൈറ്റ് ആയിരിക്കുന്ന കാര്യങ്ങള്. അതിനിപ്പോ ടെമ്പിളിലായാലും അങ്ങനെ തന്നെയാണ്. അപ്പോ നമ്മള് പോവാണ്. അങ്ങനെ നമ്മള് വെസ്റ്റ്ബറി വില്ലേജിനോട് ബായൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോവാണ്. എനിക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. അടുത്തായിട്ടുള്ള വില്ലേജ് ആണ്. ഒരു പഴയ അതേ ബിൽഡിങ്സ് ഒക്കെ കീപ്പ് ചെയ്തിട്ട്, അതാണ് ഒരു അത്ഭുതം എന്ന് പറയുന്നത്. നമ്മൾ ഓൾഡ് പാണ്ടിന് ചെന്നപ്പോഴും 1680 ബിൽഡിങ്ങിന്റെ റിനോവേറ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു സ്ട്രക്ചർ. ഞാൻ പോകുന്ന വഴിയിൽ തന്നെയാണത്. ഇതുണ്ട്, വേരുകളൊക്കെ കയറി നിറഞ്ഞിട്ട് ഒരു ബിൽഡിംഗ്. നേച്ചർ വെസ്റ്റ്ബറി തന്നെയാണ്, ആ ഒരു റൂട്ട് തന്നെയാണ്. അങ്ങനെ നമ്മുടെ 5th ഡേ അടിപൊളിയായിട്ട് ഫിനിഷ് ആയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് 6th ഡേക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാം. ബൈ.